ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ 3 സ്റ്റാർ ഫാമിലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നല്ല മഴയല്ലേ, മഴൻ്റെ ഇവിടെ തന്നെ അത്യാവശ്യം നല്ല വെയിലുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും മഴ നന്നായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നോ? നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ വീണ്ടും പറയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ ഈ ഒരു കോയിൻ്റെ കൂട് താഴത്താട്ടോ, ബാക്കിയുള്ള 2 കൂടും മുകളിലാണ്. പിന്നെ ഒരു കൂടുണ്ട്, അത് ഞാൻ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചാട്ടോ, അതാണ് ഇവിടെ കാണാത്തത്. പിന്നെ നമ്മുടെ ഈ ഒരു കൂട് നമ്മൾ കല്ലിൻ്റെ മേലെ ഒന്നിങ്ങനെ കയറ്റി വെച്ചതാട്ടോ, കുറച്ച് ചെറിയൊരു ഉയരത്തിൽ. അപ്പോൾ നമ്മൾ കുറേ ആയി വിചാരിക്കുന്നത് നമ്മളെ കൂടൊന്ന് പൊന്തിച്ച് വെക്കണം എന്നുള്ളത്. അപ്പോൾ നടക്കുന്നില്ല കേട്ടോ. പിന്നെ മഴയൊക്കെയാണ്. പിന്നെ നമ്മുടെ മനുഷ്യരുടെ പണിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് വേണം റെഡിയാക്കാൻ. നമുക്ക് ഒറ്റയ്ക്ക് എന്തായാലും ഈ ഒരു കൂട് പൊന്തിക്കാൻ പറ്റില്ല, നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ 2 കൂടും അത്യാവശ്യം നന്നായിട്ട് പൊന്തിച്ചാട്ടോ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മഴയൊക്കെ പെയ്താലും ഇവിടെ വെള്ളമൊന്നും വരില്ല കേട്ടോ. എന്ന് വെച്ചാൽ മേലെ പ്ലാസ്റ്റിക് ഒക്കെ ഇട്ടുകൊണ്ട് റെഡിയാക്കിയത് കൊണ്ട് മഴ കൊള്ളില്ല. എന്നാലും ആ ഒരു മഴപ്പാറിൽ ഒരു നനവ് എന്തായാലും ഉണ്ടാവും. എന്നാലും വലിയ കുഴപ്പമില്ലാത്ത രീതിക്ക് നമ്മുടെ കൂട് വൃത്തിയായിട്ടുണ്ട്. കൂടിൻ്റെ അടിയൊക്കെ നന്നായിട്ട് വൃത്തിയായിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വെണ്ണീരൊക്കെ ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമല്ല. പിന്നെ ഈ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ ഈ നനവ് തട്ടുമ്പോൾ നമ്മുടെ നന്നായിട്ട് കോഴി കാഷ്ടത്തിൻ്റെ സ്മെല്ലുണ്ടാവും. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ കൂട് തുറക്കാൻ പോകുമ്പോൾ തന്നെ നമ്മൾ നന്നായിട്ട് വെണ്ണീരിട്ട് കൊടുക്കും. അടുത്തത് നമ്മൾ ഉച്ചയ്ക്ക് ശേഷം കേട്ടോ വീഡിയോസ് എടുക്കുന്നത്. അപ്പോൾ ഇപ്പം മഴയൊക്കെ കുറവുള്ളതുകൊണ്ട് ഞങ്ങൾ കൂട് താക്കുന്ന മുകളിലോട്ട് ഇതേപോലെ കയറ്റി വെക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ സാധാരണക്കാരാകുമ്പോൾ തന്നെ വലിയ ഇതൊന്നും ഉണ്ടാവില്ല. എന്നാലും നമ്മളെ കൊണ്ടാവും പോലെ നമ്മൾ കോഴികൾക്ക് അവർക്ക് അതിൻ്റെതായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണ്ടേ. എല്ലാവർക്കും ഒരേപോലെ ആയിക്കണമെന്നില്ല. പിന്നെ നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ഇവിടെ വലിയ സൗകര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ ഇതേപോലെയൊക്കെ ഒന്ന് നമുക്ക് പറ്റുന്നത് പോലെ നമുക്ക് കോഴികൾക്ക് നനയാതെ, അതേപോലെ ഒരു മഴക്കാലത്ത് അവർക്ക് കൂട് കുറച്ച് പൊന്തിച്ചൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിലൊക്കെ നല്ല കേട്ടോ. അപ്പം ഞാൻ അത് നമ്മളെ കോഴി കാഷ്ടത്തിൻ്റെ ആ ഒരു ഇത് ഒക്കെ വെണ്ണീരൊക്കെ ഇട്ട് ദ്രവിച്ച് പോയത് നമുക്ക് തെങ്ങിൻ്റെ ചോട്ടിലൊക്കെ ഇട്ട് കൊടുക്കാൻ നല്ലതാണല്ലോ. ഈ ഒരു മഴ സമയത്ത് നന്നായിട്ട് കോഴിക്കാഷ്ടം ഈ പച്ചക്കറിക്കൊക്കെ നല്ല ചൂടാന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്നാലും തെങ്ങിനൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല. ഈ ഒരു മഴ പെയ്യുന്നതുകൊണ്ട് തന്നെ വലിയ എപ്പോഴും നനവ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ കോരി മാറ്റി വെച്ചാട്ടോ. പിന്നെ നമ്മൾ ഇതാക്കുന്ന ഇതേപോലെ ആട്ടോ, നല്ല തടിക്കഷ്ണം, നല്ല ഉറപ്പുള്ള തടിക്കഷ്ണം ഇതേപോലെ വെച്ചിട്ടാട്ടോ നമ്മൾ കോഴിക്കോട് ഹൈറ്റിൽ വെക്കുന്നത്. അപ്പോൾ ഇതാക്കാൻ നമ്മൾ വലിയ പണിയൊന്നും ഇല്ലായിരുന്നു നമ്മളെ കൂട്. അപ്പോൾ എന്തായാലും ഒറ്റയ്ക്ക് എന്തായാലും ആവില്ല. അതുകൊണ്ട് ഞാൻ മനുഷ്യനും കൂടി ആട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ വീഡിയോസും കൂടി ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് എടുക്കുകയായിരുന്നു. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് എനിക്കറിയില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ടുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ മഴക്കാലത്ത് ഇതേപോലെ കൂടൊന്ന് പൊന്തിച്ച് വെക്കുകയാണെങ്കിൽ സൗകര്യമായിരിക്കും. അപ്പോൾ നമ്മുടെ കോഴിക്കാഷ്ടമൊക്കെ നമ്മുടെ കൂടിൻ്റെ അടിയിൽ ഇങ്ങനെ എന്താ പറയുക, തൊട്ടില്ല എന്ന് പറയുമ്പോൾ കൂടങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ കോഴികൾക്കൊക്കെ അസുഖമൊക്കെ വരും. പിന്നെ കഴിയുന്നത് നമ്മുടെ കൂടിൻ്റെ അടിഭാഗമൊക്കെ നനയാതെ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളെക്കൊണ്ട് പറ്റുന്ന വിധം നമ്മൾ റെഡിയാക്കി കൊടുക്കാം. പിന്നെ ഈ ഒരു വല വെച്ചിരിക്കുന്നത് പഴയ പച്ചക്കറി നട്ട സമയത്ത് എടുത്തുകൊണ്ടെന്ന് കേട്ടോ. ഈ ഒരു വല കാക്കേൻ്റെ ശല്യം ഞാൻ പറഞ്ഞു, കാക്കയുടെ ശല്യം നന്നായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വെച്ചാൽ പിന്നെ നമ്മൾ കോഴികളൊക്കെ വൈകുന്നേരം സമയങ്ങളിൽ കൂട്ട് കയറാൻ നന്നായിട്ട് തന്നെ ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാട്ടോ കൂടിൻ്റെ മുകളിലൊക്കെ വന്നിങ്ങനെ കയറിയിരിക്കുക. അതുകൊണ്ടാട്ടോ ഞാൻ മേളിൽ ഈ ഒരു കൂടിൻ്റെ മേളിൽ ഞാൻ വലയിട്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഒരു കൂട് ഇപ്പോൾ ഇതേപോലെ ആയിട്ടുള്ളത് അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ട്. നമ്മളെ കയ്യിലിപ്പം പൈസേൻ്റെ ഒക്കെ ബുദ്ധിമുട്ടുകൊണ്ടാട്ടോ നമ്മളിപ്പോൾ ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. എനിക്ക് നല്ല ആഗ്രഹമുണ്ട് നമുക്ക് നമ്മുടെ കോഴിക്ക് ഒരു അത്യാവശ്യം ഒരു റൂമൊക്കെ ഒരുക്കിയിട്ട് നല്ലതുപോലെ ഗ്രില്ലൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മുടെ കോഴിനെ അതിനുള്ളിൽ ഇട്ട് വളർത്താനൊക്കെ ഒരുപാട് ആഗ്രഹമുള്ളൊരു വ്യക്തിയാട്ടോ ഞാൻ. അപ്പോൾ മുമ്പോട്ടേക്ക് നടക്കുന്നൊരു പ്രതീക്ഷയോടെ തന്നെയാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും എൻ്റെ ആഗ്രഹം പോലെ നടക്കട്ടെ എന്നൊരു എന്താ പറയുക, ഒരു ചിന്തയായിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നമ്മളെക്കൊണ്ട് പറ്റുന്നത് ഇങ്ങനെയൊക്കെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ, അതുകൊണ്ടാട്ടോ. അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മുടെ കോഴിക്കൊക്കെ ഇതാക്കുന്നപ്പോൾ അത്യാവശ്യം വൈകുന്നേരമായിട്ടുണ്ട് കേട്ടോ. വീഡിയോ എടുക്കുമ്പോൾ ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ പുറത്തേക്ക് നന്നായിട്ട് മഴയുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ ഇതേപോലെ നനയാതൊക്കെ നമ്മളെ കോഴിക്കൊക്കെ തിന്നാൻ കൊടുക്കണമെങ്കിൽ നമ്മുടെ കൂടിൻ്റെ ഒരു പരിസരം നനയാതിരുന്നാൽ നല്ലതായിരിക്കും. ഈ ഒരു മഴയത്ത് അവർക്ക് തീറ്റയൊക്കെ ഭയങ്കര കുറവായിരിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് തീറ്റയൊക്കെ വാങ്ങി വെച്ച് നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. പക്ഷേ ഇട്ട് കൊടുക്കണമെങ്കിൽ അതിൻ്റെതായ ഒരു സൗകര്യം വേണ്ടേ. അപ്പോൾ അതുകൊണ്ടാട്ടോ അപ്പോൾ കൂട് ഇങ്ങനെ ആക്കിയ സമയത്ത് നമ്മൾ കൂട് അവിടെ നിന്ന് മാറ്റിയപ്പം അവർക്ക് അവിടെ നിന്ന് കഴിക്കാനുള്ളൊരു സൗകര്യം കൂടി ആയിട്ടുണ്ട്.
പിന്നെ നമ്മുടെ കൂടൊക്കെ എപ്പോഴും വൃത്തിയായിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മളിനിയിപ്പോൾ എങ്ങനെയാണെങ്കിലും നമ്മളിപ്പം വലിയ ഹൈടെക് കൂടൊന്നും അല്ലെങ്കിലും നമ്മളെക്കൊണ്ട് പറ്റുന്നത് പോലെ ഞങ്ങളിവിടെ ചെയ്യുന്നുണ്ട്. പിന്നെ കൂടിൻ്റെ അടിഭാഗമൊക്കെ എപ്പോഴും വൃത്തിയായിട്ട് തന്നെ ഞാൻ ഇടാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് അടിച്ചു വാരിയിട്ട്. പിന്നെ ഏറ്റവും നല്ലത് നമ്മുടെ ഈ ഒരു മഴയത്ത് കോഴിക്കാഷ്ടത്തിൻ്റെ ആ ഒരു സ്മെല്ല് നമ്മുടെ അടുപ്പിൽ നിന്ന് കോരുന്ന വെണ്ണീര് തന്നെയാണ് കേട്ടോ. അതാകുമ്പോൾ നമുക്ക് പൈസ കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ അടുപ്പ് എന്തായാലും കത്തിക്കും, അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു വെണ്ണീര് മതി നമ്മുടെ കാഷ്ടത്തിൻ്റെ മേലെ ഒന്ന് വെതറി കൊടുത്താൽ തന്നെ സ്മെല്ലിന് നന്നായിട്ട് മാറ്റം ഉണ്ടാവും കേട്ടോ. ഞാനിവിടെ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ അവർക്ക് കോണിയൊന്നും ഉണ്ടാക്കാനുള്ള ഒരു സംവിധാനമില്ല, അതുകൊണ്ടായിട്ട് ഇതേപോലെ വലിയ തടി കഷ്ണമൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഫ്ലാഷ് അടിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാം രാത്രി ഒരു 6-6:30-7 മണിയൊക്കെ ആവാനായിട്ടുണ്ട് കേട്ടോ. ഇവർ വൈകിയാട്ടോ കൂട്ടിൽ കയറുക, ഇരുട്ടായാലേ അവർ കൂട്ടിൽ കയറുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ കൂട്ടിലൊക്കെ കയറ്റി വിടുന്നതാട്ടോ കാണുന്നത്. അപ്പോൾ അവർക്ക് കൂടൊക്കെ മാറ്റുമ്പം അവർക്ക് ഒരു മിസ്റ്റേക്ക് ഉണ്ടാവും, അതുകൊണ്ടാട്ടോ അവരിങ്ങനെ ശ്രദ്ധിച്ച് നോക്കുന്നതൊക്കെ. അപ്പോൾ കൂടൊക്കെ മാറില്ല, സ്ഥാനം മാറിയപ്പോൾ അവർ ശ്രദ്ധിച്ച് നോക്കുക കേട്ടോ. അപ്പോൾ ഇപ്പുറത്ത് ചെറിയ കോഴികളതും ഇപ്പുറത്ത് വലിയ കോഴികളതും ആയിട്ടുള്ളത്. അപ്പോൾ അവർ സുഖമായിട്ട് കയറിയൊക്കെ പോകുന്നുണ്ട്. ഇപ്പോൾ ഒന്നും കൂടി നമ്മുടെ കൂടും പിന്നെ ആ ഒരു പരിസരമൊക്കെ ഒന്നും കൂടി ഒന്ന് വൃത്തിയായി നിൽക്കുന്നുണ്ട്. കൂടൊക്കെ കയറ്റി വെച്ചപ്പോൾ മഴപ്പാറിലൊന്നും പെട്ടെന്നൊന്നും കൊള്ളില്ലല്ലോ. ഒരു കണക്കിന് നമ്മളെ കോഴിക്കൂടൊക്കെ അതേപോലെ ഹൈറ്റിൽ വെക്കുന്നതാട്ടോ നല്ലത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ കൂടും നല്ല വൃത്തിയായിരിക്കും, ഇവർക്ക് പെട്ടെന്ന് ആ ഒരു മഴപ്പാറിലൊന്നും കൊള്ളുകയില്ല. അപ്പോൾ കൂടിൻ്റെ അടിഭാഗമൊന്നും ചീച്ചിലൊന്നും ഇല്ലാതെ ഇങ്ങനെ നിൽക്കുകയും ചെയ്യും. അപ്പോൾ കൂടിൻ്റെ അടിയൊക്കെ നന്നായിട്ട് വെണ്ണീരാട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിട്ടല്ല, അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കട്ടോ. പുതുതായിട്ട് ആരെയും ചാനൽ കാണുന്നുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.